എന്റെ ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇത് എന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ, എന്നിട്ട് ഇത്രയും വിമ്പട്ടെ ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാൻറ്റേറി പാൻറ്റേറി. ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ പ്രസിഡന്റ് ഇരുന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് വിരൂപനായിക്കോട്ടെ, വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ, അത് കുറയട്ടെ. അല്ലെ ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛാ, അവരെത്തി. നോക്കിയിരിക്കുകയായിരുന്നു. വരണം വരണം. ആ നമസ്കാരം കുറുപ്പേ. ആ നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജരാ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതായി ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ഗ്ലാസ്? വിളിക്കുന്നു. അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. പറ്റില്ല എന്ന് പറഞ്ഞ് ഉടക്കണ്ടാട്ടോ, എല്ലാവർക്കും സംശയം ഉണ്ടാവും. അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട. ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. സമാധാനായിട്ട് ചെല്ലേ. റെഡി ആയില്ലേ മോളെ? കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഒരു പ്രതീക്ഷയില്ല. ഞാനും വിചാരിച്ചില്ല. ഇല്ലല്ല, കൈമടക്കൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് മോടെ പഠിത്തം തുടരുന്നോ അതോ വീട്ടമ്മയായിട്ടിരിക്കാൻ പോകുന്നു? അതൊക്കെ കല്യാണത്തിന് ശേഷം ചെക്കന്റെ ഇഷ്ടം പോലെ. എടാ, പെണ്ണ് വരാൻ സമയേ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാടാ. മാർഗമുണ്ട്. പെണ്ണ് നാണം കുടുങ്ങിയ ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും. അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാരണവന്മാര് ചോദിക്കും, നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ലെന്ന്. ഓ തൊലഞ്ഞി. നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം. ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ്. കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം. അത് ഞാൻ ഏറ്റു. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടങ്ങ് പറയാം. എങ്ങനെയാ തുടങ്ങിയത്, എവിടെ വെച്ചാന്നൊക്കെ. അയ്യോ, നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട. മനസ്സിലായോ? നീ നോക്കണില്ലേ? കണ്ടു. കുട്ടി ചായ ടീപ്പോൾ വെക്കൂ. നീയും കാണുന്നില്ലേ? ഞാൻ എന്നെ കണ്ടതാ. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. മോളകത്തേക്ക് പൊക്കോളൂ. എന്നാൽ ഇനി കാര്യത്തിലേക്ക് കടക്കും. അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. എനിക്ക് സംസാരിക്കണം. ഇവരിച്ചിരി ആക്രാന്തം കൂടിയോ? അവൻ കൊച്ചു പയ്യനല്ലേ. എണീറ്റ് പോടാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും സംസാരിക്കാനില്ല. വന്നത് നല്ല ആലോചനയാ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ? കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു. ഇത് മുജ്ജന്മ ബന്ധ. അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത്. എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത്? നിന്റെ ജീവിതം നീ തന്നെ തെരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം. അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും. എല്ലാം അറിയാം. നീ ഇതൊന്നും മുടക്കിത്താ. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. നീ സത്യം തുറന്നു പറ. പെണ്ണ് മറ്റൊരുത്തനുമായി സ്നേഹത്തിലാണെന്നറിഞ്ഞ ഏത് ചെറുപ്പക്കാരനും പിന്മാറും. ശരിയാ, പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ. കുട്ടി വളരെ സുന്ദരിയാണ്, സുശീലയാണ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നെക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും. ഞാൻ പപ്പിയല്ല. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പപ്പി പറയാൻ ഏൽപ്പിച്ചതാ എന്നെ. അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാ. അത് ഈ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് ദയവ് ഇത് പിന്മാറണം. ഞാനിത് അങ്ങോട്ട് പറയായിരുന്നതാ. ഇതേപോലെ ഒരു കേസിലാണ് ഞാനും പെട്ടേക്കണേ. താങ്ക് യു സോ മച്ച്. മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ചേക്കണം. അനികുട്ടി ഒന്നേ വന്നേ.
ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവനാ ഇത്ര സന്തോഷത്തിൽ വരണത്. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. എന്താ? ഉറപ്പിക്കാം. നിനക്കെന്താ എത്ര സന്തോഷം? എനിക്കിഷ്ടായടാ. നല്ല പെണ്ണ്, നല്ല സ്വഭാവം. അവള് പറഞ്ഞിട്ട് വേറൊരുത്തേ വന്നത്. എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ പിന്മാറണമെന്ന്. അവൾക്കൊരു പ്രേമുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞടാ. അപ്പോ ആ ബന്ധം സ്ട്രോങ് ആണ്. ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ? അയ്യോ ഇല്ല, ചോദിച്ചില്ല. ആ, ചോദിക്കാതിരുന്നത് നന്നായി. ഇനി നീ ഞെട്ടുന്നൊരു കാര്യം പറയട്ടെ. ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പിന്ന്. എന്തായാലും അടവേറ്റു. ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് മതി. ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല, അത് പിന്നെ എത്രയുടെ? 4850. എന്താശാന ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മോർഫിംഗ്. ഹലോ. ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ? താനെന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടിയായിരുന്നോ? എന്റെ പൊന്ന് അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ? എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു. ഉടനെ ഒരു വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ച പാല ഉറപ്പിൽ കലാശിച്ചു. ആ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്. നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു. പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പം അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പിയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്. ഓ, ടെൻഷൻ കൊണ്ട് മറന്നാ. എന്നാ മോർഫിംഗ്. അതെ, മോർഫിംഗ്. കേട്ടോ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറുപോയില്ലേ? അവിടെ എങ്ങോട്ടാണോ? നിന്റെ ഈ മുഖം കൂടി കടിച്ചു കീറുക. നോക്കി നിൽക്കാൻ അവനെ പിടിയറ പട്ടികളെ. ചവന്തീനി അയാളെ കടിച്ചിറ വന്നു. കളിച്ച് കളിച്ച് ഇയാൾ മേലുപദ്രവം തുടങ്ങിയോ? ആ, നീ വണ്ടി കയറ്. ഇറങ്ങി കാര്യം മുടക്കണ്ട. എങ്ങട്? കല്യാണ ഡ്രസ് എടുക്കാൻ. അവര് രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്. ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിനെ ക്ലോണിംഗ് എന്ന് പറയും. എന്താണ് ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും.
നിന്റെ ചാപ്റ്റർ ക്ലോസ്. ഇത് കൊള്ളാം. ഇതൊരു ജോഡി എനിക്കെടുത്താലോ? കല്യാണത്തിന്റെ അന്ന് ചെത്താം. ചെത്താൻ പറ്റിയ പ്രായം പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടാവും. എന്റെ മനുഷ്യ, ഇത് പിള്ളേർക്കുള്ള ഡ്രസ്സാ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നോക്കിയേ. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല, പിന്നെയല്ലേ ഡ്രസ്. എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്താടാ? അച്ഛനല്ല അവന്. നീ ഒന്നും എടുക്കുന്നില്ലേ? അത് ഞാൻ എന്താടാ? അല്ല, അപ്പുറത്ത് നല്ല സെലക്ഷൻ ഉണ്ട്. ചെന്ന് നോക്കടാ. ആ പിന്നെ രുക്മിണി, നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. അല്പം സാഹസമാണ്, റിസ്ക് ഉണ്ട്, എന്നാലും പറയാം. പറയടാ. കല്യാണത്തിന്റെ അന്ന് രാവിലെ ഇവിടുന്നുള്ള ഫസ്റ്റ് ട്രെയിനിൽ നീ ഒളിച്ചോടുന്നു. ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ നീ എത്തുന്നു. അവിടെ ചെന്ന് നീ നിന്റെ പത്മജിയെ കണ്ടെത്തുന്നു. എന്താ ആലോചിക്കണേ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണോ? അവരെങ്ങനെയെങ്കിലും പിന്നീട് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ആ പെണ്ണിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലടാ ഈ ഒളിച്ചോട്ടം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇഷ്ട പെണ്ണ് മണ്ഡപത്തിലെത്തും. നിന്നെ കാണാതെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് എന്റെ എൻട്രി. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യും. ഞാൻ അവളെ കിട്ടും. നിന്നെക്കാളും ഒട്ടും മോശമല്ലാത്ത എന്നെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറാകും. അപ്പൊ നിന്റെ പപ്പി? പപ്പി കുപ്പിയാ. ഇന്നലെ കണ്ട പപ്പിയേക്കാൾ എനിക്ക് വലുത് നീയാടാ. എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്നോടുള്ള ആത്മാർത്ഥ കാരണ, സ്നേഹം കാരണ. ഇതിനൊക്കെ പകരം ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യാവും. ഏ? അല്ല, അത് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ എന്ന്. ഇതെങ്ങനെയുണ്ട്? അയ്യോ, എന്ത് തമാശ നടന്ന ഇത്ര സന്തോഷിക്കാൻ? ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇവൻ ടേണിംഗ് പോയിന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് നോക്കിയേ, കല്യാണ ഷർട്ടിനുള്ള തുണിയാ. നീ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? മുറിക്കാനാ? നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എത്രയാ നിന്റെ അളവ്? എത്രയാ? 2.5 മീറ്റർ ഫുൾ കൈ. നീ എന്തിനാ എല്ലാ കാര്യം അവനോട് ചോദിക്കണേ? കെട്ടാൻ പോണതവനാണോ? അച്ഛനെല്ലാം അറിഞ്ഞു തോന്നണേ. പട്ടി അത് നമുക്കെല്ലാം അറിയൂ. റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം എടുക്കാൻ. ഒന്ന് വിളിച്ചോട്ടെ. അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ? അത് കിട്ടൂല. കരിനാക്കെടുത്ത് വിളക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തെ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്തേ ഇത്?